സ്റ്റേ ചെയ്തിരുന്നത്. ഇതിന് റൂം വരുന്നത് 1 ഡേ സ്റ്റേ ചെയ്യാൻ റൂമിൽ റേറ്റ് വരുന്നത് 1200 ഇതാണ് അതിലുള്ള നമുക്ക് ഫുഡ് എല്ലാം ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറൈറ്റീസ് ഐറ്റംസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അടങ്ങിയിട്ടുള്ള കോംബോ പാക്കാണ് 1200. അപ്പോൾ ഇതാണ് അതിൽ വരുന്ന ഫുഡുകൾ. റൂമെന്ന് വെച്ചാൽ അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ റൂം. TV ആക്സസ് ഉണ്ട്, വൈഫൈ ഉണ്ട്, അപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ആ റൂം. അടിപൊളി എന്ന് പറഞ്ഞാൽ നീറ്റ് ക്ലീൻ സാധനം റൂം. ബെഡാണെങ്കിലും തലയിണാണെങ്കിലും ബെഡ്ഷീറ്റാണെങ്കിലും എല്ലാം നീറ്റാണ്. അതിൻ്റെ ഫ്രഷ്നെസ്സിനെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ ഹെൽമറ്റ് ഇതായിരുന്നു. റൂം കവേർഡ് എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊരു അത്യാവശ്യം പ്രീമിയം അല്ല, നല്ല പ്രീമിയം റൂം തന്നെയാണ്. അതിന് നിങ്ങൾക്ക് കണ്ടാൽ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ഇതാണ് റൂമിൻ്റെ വലുപ്പം. നല്ല എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് റൂമിൽ അയച്ചുള്ള നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു റൂം തന്നെയാണ്. ഒരു അടിപൊളി റൂമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് അറിയില്ല, ഞാൻ സ്ഥലത്തിൻ്റെ പേര് നോക്കിയില്ല. കൽപ്പറ്റ എത്തുന്നതിൻ്റെ 4 കിലോമീറ്റർ ഉള്ളിലാണ് ഇതുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഞാൻ എടുക്കുന്നത്. ഇനി അപ്പോൾ ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂം എന്ന് വെച്ചാൽ അടിപൊളി ക്ലീൻ പീസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റേ ചെയ്തത് ഞാൻ രാവിലെ അല്ല ഉച്ചയ്ക്ക് 2 മണി ആ ഒരു ടൈമിലാണ് അവിടെ സ്റ്റേ ചെയ്തത്. വെളുപ്പിന് 7 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് നമുക്ക് ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം ചേർത്താണ് നമുക്ക് 1200 വന്നിട്ടുള്ളത്. ഇതാണ് ബാത്റൂം. നല്ല വിശാലമായുള്ളൊരു സ്പേസ് ഉണ്ട് ഇതിൽ ബാത്റൂമിൽ തന്നെ. അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ബൈക്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പോവാന്നുള്ള രീതിയിലാണ് ഇവിടെ റെസ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഗുണ്ടൽപേട്ടിലുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോസിൽ. അപ്പോൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് സത്യമംഗലം ഫോറസ്റ്റിലോട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് മാപ്പ്. അതായത് മലപ്പുറത്ത് നിന്ന് ഗുണ്ടൽപേട്ട്, വയനാട് ഗുണ്ടൽപേട്ട്, ഗുണ്ടൽപേട്ടിൽ നിന്ന് ചാമ്പ്രാഞ്ചി നഗർ വഴി ഇവിടെ സത്യമംഗലം ഫോറസ്റ്റിൽ, എന്നിട്ട് അവിടെ നിന്ന് സത്യമംഗലത്ത് നിന്ന് കോയമ്പത്തൂർ, കോയമ്പത്തൂർ നിന്ന് പാലക്കാട് ടു മലപ്പുറം. ഇതാണ് ഈ ലൊക്കേഷൻ. ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് മാപ്പ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് മൊത്തത്തിൽ യാത്ര ചെയ്യാൻ എടുക്കുന്ന ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് വരണം എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ രീതിയിലുള്ള റെസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് യാത്ര തുടരണം. പിന്നീട് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എത്ര ദിവസം എടുക്കും എന്നുള്ളത്. റെസ്റ്റിനനുസരിച്ച് അത് വരും എത്രത്തോളമാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അന്നത്തെ ഒരു ചെറിയൊരു നമ്മളിപ്പോൾ ഈ റൂമിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാനാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അതായത് 4 മിനിറ്റുകൾ ഏകദേശം ഉണ്ടാവുള്ളൂ, അത്ര തന്നെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.